ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ എണീറ്റപാടെ മൂവിക്ക് പോകുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ 10 മണിക്ക് മൂവി ബുക്ക് ചെയ്താണ്. ബട്ട് എണീറ്റത് 8:40 പിന്നെ ഒരു 1.5 hours ഒക്കെ ബാക്കിയുള്ളു ഗൈസ്. എങ്ങനെയോ ഒരുങ്ങിക്കെട്ട് റെഡി ആയിട്ട് കയറി ബസ് മാറി കയറി പകുതി വൈകുന്ന ഓട്ടോ വിളിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ കോർണേഷനിലെത്തി. എത്തിയ സമയത്തേക്ക് പടം ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഹരിയേട്ടനും കൂടെയാണ് പോകുന്നത്. പുള്ളി ഓൾറെഡി 10 മണിക്ക് എത്തിയിട്ടുണ്ട്. സോ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് സീൻസൊക്കെ മിസ്സായി, ബട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ പേരിൽ എനിക്കൊരു പപ്സൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ലൊരു കിടിലൻ മൂവിയാണ്. ബട്ട് എൻഡിങ് ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ലായ്മ എനിക്ക് നല്ലോണം ഫീൽ ചെയ്ത്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയത് ഹരിയേട്ടനൊരു ഷർട്ട് മേടിക്കാനാണ്. കാരണം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഷർട്ടൊക്കെ എടുത്ത് നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇന്ന് പോകുന്നത് ഹരിയേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ്. ഹരിയേട്ടൻ്റെ വീട്ടിലൊരു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള നിർബന്ധത്തിൽ നമ്മൾ അവിടേക്ക് പോയി നേരെ ഫുഡ് കഴിക്കാൻ പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം ഹരിയേട്ടൻ നമ്മൾ സ്വന്തമായിട്ട് മിമീസ് കിച്ചൺ എന്ന് പറയുന്നൊരു ഹോട്ടലൊക്കെ നടത്തുന്ന ഒരാളാണ് വീട്ടിൽ തന്നെ. അങ്ങനെ അവിടുത്തെ ഫുഡാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടി നല്ല ഫുഡായിരുന്നു ഗൈസ്. ഉച്ചയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല അടിപൊളി കുക്കാണ് ഹരിയേട്ടൻ്റെ അമ്മ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് നേരതാ അവിടെ തന്നെ ഓട്ടോ കയറ്റാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല മഴയുണ്ടായിരുന്നു ഗൈസ്. 2 കുടയൊക്കെ എടുത്ത് നമ്മളിതാ ഓട്ടോ കയറി നേരെ ഞാൻ പോകുന്നത് അമ്മേൻ്റെ അടുത്തോട്ടാണ്. അമ്മ വർക്കൊക്കെ കഴിഞ്ഞതാ എന്നെ വെയിറ്റിംഗ് ആയിരുന്നു. നല്ല മഴയാണ്. കാരണം എനിക്ക് കോട്ടും ഹെൽമെറ്റും ഒന്നുമില്ല. അപ്പം പിന്നെ മഴ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാന്നുള്ളതില്ല. ഞങ്ങൾ അങ്ങനെ ആ ഒരു ഷീറ്റിൻ്റെ അടിയിൽ കയറി നിന്നാണ്. അങ്ങനെ മഴയ്ക്ക് കഴിഞ്ഞ് ഫാൻസിയിൽ കയറി പിന്നെ വീട്ടിലോട്ട് ചായ ഐറ്റംസ് ഒക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്ന സപ്പത്തിനോട്